ദേ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി ലുക്കുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഈ കേക്ക്. കാണാൻ തന്നെ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ഇനി നമുക്കിതിൻ്റെ മേക്കിംഗ് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. റഷ്യൻ ഹണി കേക്കായിരുന്നു കേട്ടോ ഇതിൻ്റെ ഫ്ലേവർ വരുന്നത്. ഈ ഒരു കേക്കിൻ്റെ ഓർഡർ വന്നപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു കേട്ടോ. പക്ഷേ അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടാക്കിയൊരു കേക്കാണിത്. വൈറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ ഞാനിതിന് മുകളിലായിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ക്രീമിനകത്ത് വാട്ടർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഗ്ലിറ്റർ ഇട്ടിട്ട് ബ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ മുകളിൽ ഈ ഒരു വേഫർ ഷീറ്റ് അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ഓവർനൈറ്റൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത കേക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചോക്ലേറ്റൊക്കെ ഏകദേശം സെറ്റായി കിട്ടും. പിന്നെ ഇങ്ങനെ ഒരു ക്രൗൺ ഇപ്പോൾ ഫാൻസി ഷോപ്പിലൊക്കെ അവൈലബിൾ ആണല്ലോ. പിന്നെ ഇതിനോടൊപ്പം തന്നെ 2 കളർ ഗ്ലിറ്ററാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു സിൽവറും ഒരു ബ്ലൂ ഷെയ്ഡും കൂടെ. ഇത് എഡിബിളാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഗ്ലിറ്ററും ആ ക്രൗണും കൂടെയൊക്കെ ഞാൻ കേക്കിനോടൊപ്പം തന്നെ കസ്റ്റമറിന് സെപ്പറേറ്റ് ഞാൻ കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ കേക്കൊക്കെ പാക്ക് ചെയ്ത് പറഞ്ഞ ടൈമിന് മുന്നേ കേക്ക് ഡെലിവറി ചെയ്തു. എന്തായാലും ഫംഗ്ഷൻ നടക്കുന്ന ഹോട്ടലിൽ എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ കേക്കിൻ്റെ അവസ്ഥ ഇതായിരുന്നു കേട്ടോ. ഒരു ഓട്ടോ നമ്മളെ ഓവർടേക്ക് ചെയ്തപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മളെ വണ്ടി ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. അപ്പോഴാണ് ഈ കേക്ക് നീങ്ങിപ്പോയത്. പിന്നെ ഈ കേക്ക് തിരികെ കൊണ്ടുവന്നിട്ട് അതിനകത്തൊന്നും ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ടായിരുന്നില്ല. പിന്നെ കേക്ക് ബേസ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ജെംസ് വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്തത്. എന്തായാലും ആ കുട്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അത് എന്താണോ പ്രതീക്ഷിച്ച അതേ രീതിയിൽ തന്നെ നമ്മൾ കേക്ക് ചെയ്ത് കൊടുത്തതാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും എന്നെ കൂടി സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ടാറ്റ, ബൈ ബൈ.